നമസ്കാരം. ചൈനയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ അത് അടിച്ചു മാറ്റാൻ ലോകത്ത് പലരും മത്സരിക്കാറുണ്ട്. പക്ഷേ ഒരു സർവകലാശാല തന്നെ അതിന് ഇറങ്ങി തിരിച്ചാലോ? അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ലക്നൌവിൽ നടന്ന വമ്പൻ AI സമ്മിറ്റിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടൊരു റോബോട്ട് നായ എത്തി. കണ്ടു നിന്നവർ വിചാരിച്ചു ഇത് UP-യിലെ ബുദ്ധിരാക്ഷസന്മാർ ഉണ്ടാക്കിയതാണെന്ന്. പക്ഷേ സംഭവം പൊളിഞ്ഞപ്പോൾ ചൈനക്കാർ പോലും മുക്കത്ത് വിരൽ വെച്ചുപോയി. ലക്നൌ സർവകലാശാലയുടെ സ്റ്റാളിലാണ് ഈ പ്രകടനം നടന്നത്. കറുത്ത നിറമുള്ള കാണാൻ നല്ല ലുക്കൊക്കെ ഉള്ള ഒരു റോബോട്ട് നായ. സ്റ്റാളിന് മുന്നിൽ വെച്ചിരിക്കുന്ന ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് ലക്നൌ യൂണിവേഴ്സിറ്റി സെന്റർ ഓഫ് എക്സലൻസ്. കണ്ടാൽ ആരും വിചാരിക്കും ഇവൻ ലാബിൽ ഇരുന്നു കൊണ്ട് കഷ്ടപ്പെട്ട വെൽഡ് ചെയ്തും കോട്ടിംഗ് ചെയ്തും ഒക്കെ ഉണ്ടാക്കിയതാണെന്ന്. വമ്പന്മാരൊക്കെ വന്ന ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. പക്ഷെ ആരോ ഒരാൾക്കൊരു സംശയം, ഇതിനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഗൂഗിൾ ലെൻസിലൂടെ ഒന്ന് നോക്കിയതും കള്ളം വെളിച്ചത്തായി. സംഗതി ചൈനീസ് കമ്പനിയായ യൂണിട്രിയുടെ ഗോ ടു മോഡൽ റോബോട്ട്. ഓൺലൈനിൽ കയറി ഓർഡർ ചെയ്താൽ വീട്ടുമുറ്റത്തെത്തുന്ന അതേ സാധനം. തമാശ അതല്ല, ഇത് പിടിക്കപ്പെട്ടപ്പോൾ അധികൃതർ പറയുന്ന ഒരു ന്യായീകരണമാണ് വമ്പൻ. ഞങ്ങൾ ഇത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടില്ല, ഇത് വാങ്ങിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയതാണ് പോലും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയൊരു തമാശയാണ്. പുറത്തു നിന്നൊരു പൊതിച്ചോറ് വാങ്ങിയിട്ട് അതിലൊരു പപ്പടം കൂടി വെച്ചിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ ഊണാണെന്ന് പറയുന്നത് പോലെയാണ്. 1 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനം വാങ്ങിയിട്ട് സ്വന്തം സർവകലാശാലയുടെ കണ്ടുപിടുത്തമെന്ന് പറഞ്ഞ എക്സിബിഷനിൽ വെക്കാൻ എത്ര വലിയ തൊലിക്കെട്ടി വേണം? ഇത് വെറും ചിരിക്കുവാനുള്ള ഒരു കാരണമല്ല, രാജ്യത്തിന്റെ അഭിമാനത്തെ ബാധിക്കുന്ന ഒന്നാണ്. സയൻസ് ഫെസ്റ്റുകളും AI സബ്മിറ്റുകളും നടക്കുന്നത് പുതിയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ്. അവിടെ ചൈനീസ് കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങി സ്വന്തം പേരിൽ വെക്കുന്നത് യഥാർത്ഥ ഗവേഷകരെ അപമാനിക്കലാണ്. UP-യിലെ വലിയൊരു യൂണിവേഴ്സിറ്റിക്ക് ഇതിലും ഭേദമായി ഒന്നും ചെയ്യാനില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ചൈനക്കാരൻ കഷ്ടപ്പെട്ട് കോട്ടിംഗ് എഴുതി ഉണ്ടാക്കിയ നായയെ UP-യിൽ വന്ന് ഭൗ ഭൗ എന്ന് വിളിപ്പിക്കുന്നത് ശരിയായ നടപടിയാണ്. എന്തായാലും ചൈനയുടെ നായ ഇപ്പോൾ UP സ്റ്റാർ ആയിരിക്കുകയാണ്. ഇതിനെ ഉണ്ടാക്കിയ കമ്പനി അറിഞ്ഞാൽ അവർ ഒരു പക്ഷെ ഞെട്ടും, അല്ലെങ്കിൽ ചിരിക്കും. ഇനിയെങ്കിലും സ്വന്തമായി ഒരെണ്ണത്തിന് ഉണ്ടാക്കാൻ നമ്മുടെ സർവകലാശാലകൾ ശ്രമിക്കട്ടെ. എന്തായാലും ചൈനീസ് നിർമ്മിത റോബോട്ടിക് ഡോഗിനെ സ്വന്തം നിലയിൽ വികസിപ്പിച്ചെടുത്തതാണെന്ന് അവകാശപ്പെട്ട് പ്രദർശിപ്പിച്ചെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശിലെ ഗൽഗോട്ടിയ സർവകലാശാലയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഡൽഹിയിൽ നടന്ന ഇന്ത്യ AI ഇമ്പാക്ട് സമ്മിറ്റിൽ അവതരിപ്പിച്ച റോബോട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം പുകയുന്നത്. ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ എക്സ്പോ ഏരിയ ഒഴിയാൻ ഗാൽഗോട്ടിയ സർവകലാശാലയോട് ആവശ്യപ്പെട്ടതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവാദം കൊഴുത്തതോടെ വിശദീകരണവുമായി അധികൃതരും രംഗത്തെത്തുകയായിരുന്നു. തങ്ങൾ ഈ റോബോട്ടിനെ നിർമ്മിച്ചതാണെന്ന് ഒരിടത്തും അവകാശപ്പെട്ടിട്ടില്ല എന്നും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ചൈനീസ് കമ്പനിയിൽ നിന്ന് വാങ്ങിയതാണിതെന്നും എക്സിലൂടെ സർവകലാശാല അറിയിക്കുകയായിരുന്നു. ഈ റോബോട്ടിക് നായ കേവലം ഒരു പ്രദർശന വസ്തുവല്ല, മറിച്ച് വിദ്യാർത്ഥികൾക്കുള്ള ചലിക്കുന്ന ഒരു ക്ലാസ് മുറിയാണ്. ഇത് ഗൽഗോട്ടിയാസ് നിർമ്മിച്ചതല്ല, അങ്ങനെ ഒരു അവകാശവാദം ഞങ്ങൾ നടത്തിയിട്ടുമില്ല. ഇതായിരുന്നു സർവകലാശാല ഇറക്കിയ പ്രസ്താവന. സബ്മിറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഒരു പ്രതിനിധി റോബോട്ടിന്റെ സവിശേഷതകൾ വിവരിക്കുകയും ഇത് ഗാൽഗോട്ടിയാസ് വികസിപ്പിച്ചെടുത്തതാണെന്ന് പറയുകയും ചെയ്യുന്ന വീഡിയോ ആണ് വൈറലായത്. ഇതാണ് വൻ തോതിലുള്ള പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത്. വിദ്യാർത്ഥികൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം ഉപകരണങ്ങൾ എത്തിക്കുന്നതെന്നും പഠനത്തിന് അതിരുകളില്ല എന്നും സർവകലാശാല ആവർത്തിച്ചു. അമേരിക്ക, ചൈന, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ക്യാമ്പസിൽ എത്തിക്കാറുണ്ടെന്നും സർവകലാശാല അധികൃതർ വ്യക്തമാക്കി.